നിനക്കിനി ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട കാര്യമില്ല. നാളെ മുതൽ വീണ്ടും കോളേജിലേക്ക് ധൈര്യമായിട്ട് പോണം. നിന്നെക്കുറിച്ച് തെറ്റായ വാർത്തകൾ കൊടുത്ത എല്ലാ ഓൺലൈൻ സൈറ്റുകളും തിരുത്തൽ വാർത്ത കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതിന് നിന്നോട് മാപ്പും ചോദിച്ചിട്ടുണ്ട്. ഇതൊന്നും പോരാ മോളെ. അവന്മാരെയൊക്കെ നേരത്തെ നിർത്തി വെടിവെച്ച് കൊല്ലുക വേണ്ടേ. ഒരു പെൺകുട്ടിയുടെ ഭാവി വെച്ചല്ലേ അവന്മാര് കളിച്ചത്. അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് ഗോപാലനല്ലേ. അയാൾ എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെട്ടാ പറ്റില്ലെന്ന് പറയാൻ ആരായാലും ഒന്ന് മടിക്കും. അയാൾക്കെതിരെ ഈ വിഷയത്തിൽ നിയമപരമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിന് പുറകെ കളിച്ചത് അയാളെന്ന് നമ്മളിൽ തെളിവൊന്നുമില്ലല്ലോ. പക്ഷേ അയാൾക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പണിയാ നമ്മൾ കൊടുത്തത്. അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലേ. പാർട്ടി തന്നെ അയാളെ കൈവിട്ടതുകൊണ്ട് തെറ്റ് അയാളുടെ ഭാഗത്താണെന്ന് എല്ലാവരും വിശ്വസിക്കും. ഇനി എന്തായാലും അയാൾക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പറ്റില്ല. നന്നായി. ഇങ്ങനെയുള്ള വൃത്തികെട്ടവന്മാര് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നോണ്ടാ നമ്മുടെ നാട് നന്നാവാത്തെ. താങ്ക്സ് ചേച്ചി. ഈ പ്രശ്നം ഇത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇതിനൊക്കെ എന്തിനാ മോളെ നീ എന്നോട് നന്ദി പറയുന്നേ? ഇതെന്റെ ഉത്തരവാദിത്വമല്ലേ? അതല്ല ചേച്ചി, അച്ഛന് പോലും ഇത്രയും നന്നായിട്ട് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ജീവിതത്തിൽ അമ്മയുടെ മാത്രമല്ല അച്ഛന്റെ സ്ഥാനത്തും ഇപ്പൊ ചേച്ചി തന്നെയാ. എന്താ ഇത്? പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടും നിങ്ങളവിടെ സെന്റി അടിച്ചിരിക്കുകയാണോ? എന്താണാവോ ഈ വഴിക്കൊക്കെ? ഗോപാലിന്റെ പാർട്ടിയിലെ സ്ഥാനം നഷ്ടപ്പെട്ടതിന് ദേഷ്യം തീർക്കാൻ വന്നാണോ? നിനക്കിപ്പോഴും എന്നോടുള്ള പിണക്കം തീർന്നില്ലേ മുകുന്ദ? തെറ്റായ വാർത്ത കൊടുത്ത ഓൺലൈൻ മീഡിയക്കാര് അവരുടെ തെറ്റ് സമ്മതിച്ചില്ലേ? നീയല്ലേ കേസ് അന്വേഷിച്ചത്? എനിക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ നിങ്ങൾ എല്ലാരും എന്നെ കുറ്റപ്പെടുത്തുന്നത്? അതിന്റെ കാരണം നിനക്കറിയില്ലേ? ഇവൾക്കെതിരെ ഈ വൃത്തികെട്ട കളി കളിച്ചത് നിന്റെ ഗോപാലനാ. അദ്ദേഹത്തിന് ഇതിൽ ഒരു പങ്കുമില്ല.